അങ്ങനെ കാത്തിരുന്ന എക്സിറ്റ് പോൾ ഫലം വന്നിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലം എന്ന് പറയുമ്പോൾ 4-ാം തീയതി വരാൻ പോകുന്ന റിസൾട്ടിൻ്റെ ഒരു പ്രഡിക്ഷൻ ഈ സർവേ ഏജൻസികൾ നടത്തുന്ന ഒരു പരിപാടിയാണത്. അതിനോട് താല്പര്യമുള്ളവരുണ്ടാവും, താല്പര്യമില്ലാത്തവരുണ്ടാവും. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം ഫലങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പ്രീ പോൾ സർവേകളും ഉപയോഗിക്കാറുണ്ട്, എക്സിറ്റ് പോൾ സർവേകളും ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും. 3-ാം തവണയും LDF അധികാരത്തിൽ വരും. കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അത്ഭുതം ഉണ്ടാവും, എങ്ങനെയാണ് 3-ാം സമയത്തും LDF അധികാരത്തിൽ വരിക? ഒരു എക്സിറ്റ് പോൾ ഫലം പോലും LDFനെ മേൽക്കൈ പ്രവചിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ LDF വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. പ്രധാനമായിട്ട് നമുക്ക് ആക്സിസ് മൈ ഇന്ത്യ, JVC, ടൈംസ് നൗ, CNN, ന്യൂസ് 18, PMark ഈ 4 സർവേ ഏജൻസികൾ എടുക്കുക. ഇതിൽ ആക്സിസ് മൈ ഇന്ത്യ 2021 LDFന് തുടർഭരണം ഉണ്ടാകും എന്ന് പ്രവചിച്ച ഒരു ഏജൻസിയാണ്. ആക്സിസ് മൈ ഇന്ത്യ ഇത്തവണ UDFന് നൽകുന്നത് 78 മുതൽ 90 വരെ സീറ്റുകളാണ്. LDFന് 49 മുതൽ 62 വരെ. JVC ടൈംസ് നൗ നൽകുന്നത് 72 മുതൽ 84 വരെയാണ് UDFന് നൽകുന്നത്. 52 മുതൽ 61 വരെയാണ് LDFന് നൽകുന്നത്. CNN ന്യൂസ് 18 58 മുതൽ 68 വരെ LDFന് നൽകുന്നുണ്ട്. 70 മുതൽ 80 വരെ UDFന് നൽകുന്നുണ്ട്. PMark 71 മുതൽ 79 വരെ UDFനും 62 മുതൽ 69 വരെ LDFനും നൽകുന്നുണ്ട്. ഇതിനകത്ത് വളരെ വളരെ കൃത്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, 10 കൊല്ലം ഭരിച്ച സർക്കാരാണ് LDF സർക്കാർ. 10 കൊല്ലം ഭരിച്ചതിന് ശേഷം 3-ാമതും ജനവിധി തേടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം ഈ പറയുന്ന സർവേകളുടെ ഫിഗറുകളിലൊന്നും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം പ്രൊജക്റ്റ് ചെയ്യപ്പെടാത്തത്? അതായത് ഈ സർക്കാരിന് വേണ്ട എന്ന രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു നാരോ എഡ്ജ് എന്ന ഇവർക്ക് UDFന്, എല്ലാവരും UDFന് എഡ്ജ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് വളരെ നാരോ ആണ്. ഈ പ്രീ പോൾ, എക്സിറ്റ് പോൾ ഇവയുടെയൊക്കെ ഒരു എറർ ഫാക്ടർ പരിഗണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ MLAമാരുടെ പെർഫോമൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സാമ്പിളിങ്ങിനകത്ത് പലപ്പോഴും 140 മണ്ഡലങ്ങളിൽ എത്തിക്കൊള്ളുന്നില്ല. പലരും വല്ല റീജിയൻ തിരിച്ചുകൊണ്ട് ആ റീജിയനിൽപ്പെട്ട ആളുകളുടെ നിന്ന് എടുത്ത് അതിനെ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അതിനകത്ത് ചില എറർ ഫാക്ടറുകൾ കൂടാൻ സാധ്യതയുണ്ട്. ഇത്തവണത്തെ LDF സർക്കാർ ഈ 10 കൊല്ലം ഭരിച്ചതിന് ശേഷം 3-ാമതും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരൊറ്റ കാര്യത്തിലാണ് LDF സർക്കാരിന് പറയാനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു USP, അവരുടെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ MLAമാരുടെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. അതൊരു പരിധിവരെ ശരിയാണ്. പാരമ്പര്യമായിട്ട് UDFനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളിൽ പോലും LDFൻ്റെ MLAമാർ നടത്തുന്ന ചില പ്രകടനമുണ്ട്. അത് ഭയങ്കര വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ. ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചിയിൽ മാക്സി നടത്തുന്ന ഒരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് മാക്സിക്ക് മാത്രം സാധ്യമാകുന്ന, മാക്സിയുടെ ഒരു രീതി വെച്ച് കിട്ടുന്നതാണ്. തിരുവമ്പാടി അടിസ്ഥാനപരമായിട്ടൊരു കോൺഗ്രസ് മണ്ഡലം അല്ലെങ്കിൽ UDF മണ്ഡലമാണ്. അവിടെ ലീഗ് നിരന്തരമായി ജയിച്ചിരുന്നതാണ്. 2016 തൊട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ 2 വട്ടം LDF ജയിച്ചു. അതിന് മുമ്പ് 2006 ജയിച്ചിട്ടുണ്ട്. ഇത് LDF തരംഗത്തിന് മുമ്പ് ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ 2016 ജോർജൻ തോമസ് ജയിച്ചു. 2021 അത് നമ്മുടെ ലിൻഡോ ജയിച്ചു. 2026 എത്തുമ്പോൾ ആ മണ്ഡലം എന്ന് പറയുന്നത് ലിൻഡോ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ട്. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് പറയുന്നവർ പോലും ഞങ്ങളുടെ MLA ഞങ്ങൾക്ക് ഓക്കെയാണ് എന്ന് പറയുന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പട്ടാമ്പി അതേപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലങ്ങളിലൊന്നാണ് പട്ടാമ്പി. അതായത് KE ഇസ്മായിൽ ഉൾപ്പെടെയുള്ളവർ 2001 തൊട്ട് പരാജയപ്പെട്ട് 2001 തൊട്ടിട്ട് 2011 വരെ തുടർച്ചയായിട്ട് CP മുഹമ്മദ് ജയിച്ച മണ്ഡലം 2016 ആദ്യമായിട്ട് മുഹമ്മദ് മുഹസിൻ നേടുന്നത്. ആ മുഹമ്മദ് മുഹസിൻ 2016 നേടി, 2021 നേടി. 2026 വരുമ്പോൾ മുഹമ്മദ് മുഹസിൻ എന്ന് പറയുന്ന MLAക്ക് അവിടെ എതിർപ്പില്ല, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അവിടുത്തെ വോട്ടർമാർ സന്നദ്ധരാണ്. അത്തരത്തിൽ പല MLAമാരും ഉണ്ട്. അതായത് നമ്മുടെ ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഉദാഹരണമായി പറഞ്ഞു തന്നുള്ളൂ. അത്തരത്തിൽ പലതും ഉണ്ട്. അത് ഈ സർവേകൾ വേണ്ടത്ര പ്രതിഫലിച്ചോളണമെന്നില്ല. അങ്ങനെ ഈ MLAമാരുടെ മിടുക്കുകൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു 10 മണ്ഡലമെങ്കിലും LDFനുണ്ട് എന്നാണ് LDFൻ്റെ കണക്കൂട്ടൽ. LDFൻ്റെ ആത്മവിശ്വാസവും അതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന ഒരു മെജോറിറ്റി
ഇപ്പോൾ നമ്മൾ ആക്സിസ് മൈ ഇന്ത്യ പറയുന്ന പോലെ LDF പരമാവധി കൊടുക്കുന്ന 62 സീറ്റാണ്. ആ 62 സീറ്റിലേക്ക് 10 സീറ്റ് കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ 72ആയി. അത് കഴിഞ്ഞാൽ പിന്നെ ടൈംസ് നൗ JVC ടൈംസ് നൗ 61. ഏറ്റവും കുറവ് പരമാവധി സീറ്റുകൾ നൽകുന്നത് LDF നൽകുന്നത് ഈ JVC ടൈംസ് നൗ ആണ്. 61 സീറ്റുകളാണ്. ഈ 61 സീറ്റുകളിലൂടെ കൂടെ ഈ 10 കൂടെ ആഡ് ആയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന 71ആണ്. ഭരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും. അതായത് മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും UDF നേരിടുമ്പോഴും ഒരു കംഫർട്ടബിൾ മെജോറിറ്റി അവർ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ എറർ ഫാക്ടർ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യം 2021 അത് കണ്ടില്ലല്ലോ എന്ന് പറയുന്നത്. 2021 സംബന്ധിച്ച് 2021 ഒരു തരംഗമാണ്, LDF തരംഗമാണ്. സമസ്ത മേഖലകളിലും അത് വളരെ വിസിബിളാണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഏജൻസികളെ സംബന്ധിച്ച് അവർക്ക് സൗകര്യമുണ്ട്. പക്ഷെ അതേമറിച്ച് 2026 എന്ന് പറയുന്നത് നെക്ക് ആൻഡ് നെക്ക് പോരാട്ടമാണ്. അതിനകത്ത് ജയിച്ചു കയറുക അല്ലെങ്കിൽ അതിനകത്ത് പ്രൊജക്ഷൻ ശരിയാവുക എന്ന് പറയുന്നത് അതത്ര ഈസി അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഇത് ന്യൂസ് മലയാളത്തിന് വേണ്ടി പ്രീപോൾ സർവേ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, PG അനിൽ എന്ന് പറഞ്ഞിട്ട്. PG അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹം ഒരു സെഫോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് ഇത്തരം തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ വലിയ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് കൂടി വായിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിവിധ ചാനലുകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടു. ന്യൂസ് മലയാളം 24x7 ചാനലിന്റെ പ്രീപോൾ സർവേക്ക് ആവശ്യമായ സാങ്കേതിക മാർഗ നിർദ്ദേശങ്ങൾ നൽകിയവരിൽ ഒരാൾ എന്ന നിലയിൽ പ്രസ്തുത സർവേ ഫലത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ ന്യൂസ് മലയാളത്തിന്റെ പ്രീപോൾ സർവേയിൽ LDFനായിരുന്നു LDFന് ഭരണ തുടർച്ചയാണ് പറഞ്ഞിരുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷവും ഈ PG അനിൽ പറയുന്നു തൻ്റെ പ്രീപോൾ സർവേ ഫലത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. വസ്തുതകളുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ LDF ഭരണം തുടരും എന്ന നിലപാട് ആവർത്തിക്കുന്നു. എക്സിറ്റ് പോളുകളുടെ ഭാഗമായി എത്ര പേരുടെ വീതം പ്രതികരണങ്ങൾ തേടിയെന്നോ അവരുടെ നഗര ഗ്രാമ പ്രാതിനിധ്യം എത്രയെന്നോ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പോളുകളുടെ ആധികാരികത വിലയിരുത്തും മുമ്പ് തന്നെ കോടികൾ മറിയുന്ന ബിസിനസ് മേഖലയായിട്ട് സർവേകൾ മാറിയിട്ടുണ്ട്. വിവരശേഖരണത്തിലെ കൃത്യത ഏതൊരു വിശകലനത്തിൻ്റെയും ഫലനിർണ്ണയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. യഥാർത്ഥ ജനവിധി അറിയാൻ മെയ് 4 വരെ കാക്കണം. ശാസ്ത്രീയ രീതികൾ പിന്തുടർന്ന് നടത്തിയ പഠനം എന്ന നിലയിൽ ഞങ്ങൾ അവതരിപ്പിച്ച പ്രീപോൾ സർവേയുടെ ആധികാരികത ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് LDFന് ഭരണ തുടർച്ച. ഈ സർവേകൾ മുഴുവൻ തള്ളിക്കളയുന്ന ഒരു ഫലമായിരിക്കും മെയ് 4 പുറത്തു വരിക എന്നാണ് PG അനിൽ പറയുന്നത്. PG അനിൽ പറയുന്ന വ്യക്തി ഈ ന്യൂസ് മലയാളത്തിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു ഏജൻസി സർവേ നടത്തിയതിന് സാങ്കേതിക അല്ലെങ്കിൽ അതിന് വേണ്ട വിശകലന സഹായങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു LDF ഭരണം തുടരുമെന്നാണ് പറയുന്നത്. അതായത് ഈ സർവേകൾ ഒന്നും തന്നെ വലിയ ഒരു തരംഗം UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം പറയുന്നില്ല. UDFന് അനുകൂലമായിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റമോ ഒരു വോട്ടിംഗ് കൺസോൾട്ടേഷനോ പറയുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.